കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ അല്ലേ? അപ്പോഴേ ഇന്ന് നമ്മൾ ഡേറ്റ് സിറപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല അടിപൊളി ഡേറ്റ് സിറപ്പ് കണ്ടോ, വീട്ടിലുണ്ടാക്കിയതാണിത് കേട്ടോ. ഹോം മെയ്ഡ് ഡേറ്റ് സിറപ്പാണ്. ഡേറ്റ്സ് പിന്നെ ഒരിത്തിരി ഉപ്പും വെള്ളവും മാത്രം ചേർത്ത് അടിപൊളിയായിട്ടുള്ള ഒരു മായവും ചേർക്കാത്ത സൂപ്പർ ഹിറ്റായിട്ടുള്ള ഡേറ്റ് സിറപ്പ്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന സിറപ്പ് പോലെ തന്നെ ഇരിക്കുന്ന അടിപൊളി സിറപ്പ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത്, എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് വേണ്ടത് നോക്കിയിട്ട് വന്നാലോ? വായോ. 500 ഗ്രാം ഞാനിവിടെ ഡേറ്റ്സ് ഹോൾ ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. പിറ്റഡ് ഡേറ്റ്സ്, അത് നമ്മുടെ ഇതിങ്ങനെ കുരു എടുത്ത് കളഞ്ഞാണെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് കുറച്ച് വെള്ളം വേണം, ഇത്രയുമേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു 4 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തിലേക്ക് ഇട്ട് കൊടുക്കണം. ഇത് മിക്സിക്കകത്തിലൊന്ന് അടിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അടിച്ചെടുക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് നമുക്കൊന്ന് കുതിർത്തെടുക്കണം, ഒന്ന് സോക്ക് ചെയ്യണം. ഇത് ഞാൻ ഒരു അരമണിക്കൂർ സോക്ക് ചെയ്ത് വെക്കണം, നല്ല തിളച്ച വെള്ളത്തിനകത്തിൽ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കാം. അപ്പോൾ വേണ്ടേ, നമ്മുടെ ഡേറ്റ്സ് എല്ലാം ഞാൻ ആ പാക്കറ്റിനകത്തൊന്ന് പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് ഇട്ടു. ഇതിനകത്തിലേക്ക് ഞാൻ നല്ല തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ, ആറിച്ച വെള്ളമൊന്നുമല്ല, തിളപ്പിച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. ഒഴിച്ച് ഇത് നമുക്ക് സോക്ക് ചെയ്യാനായിട്ട് ഒരു 1/4 മണിക്കൂറെങ്കിലും വെക്കണം, എങ്കിലേ പറ്റത്തുള്ളൂ. ഉണ്ട്. അപ്പോൾ വേണ്ട നോക്കിക്കേ, ഇത് 1 മണിക്കൂറൊന്നും അല്ല കേട്ടോ, ഒരു 3-4 മണിക്കൂർ ഇതിങ്ങനെ ഇരുന്നു. കാരണം ഇച്ചിരി പരിപാടികളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് അങ്ങ് പോയി. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഈ വെള്ളമില്ലേ, ഈ വെള്ളം മാത്രം എനിക്ക് വേണം. അതൊന്ന് അരിച്ചെടുത്തതിന് ശേഷം, അപ്പോൾ നോക്കിക്കേ, ഞാനിത് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. വെള്ളം ജസ്റ്റ് അരിച്ചെടുത്തു, വേറെ ഒന്നും ചെയ്തില്ല. ഇത് ഞാനൊന്ന് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മാഷ് ചെയ്ത് വെച്ചു. അത്രയേ സംഭവിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് വെള്ളവും കൂടെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആ വെള്ളവും കൂടെ നമുക്ക് ഇതിൻ്റെ അകത്തിലേക്ക് ഒഴിച്ച് ഇതും കൂടെ നമുക്കൊന്ന് ഇതിൻ്റെ അകത്തിലേക്ക് ഇത് ഫുള്ളായിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അതും കൂടെ ഒന്ന് അരിച്ചെടുക്കണം. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട്, തിളച്ച വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഞാനിങ്ങനെ ഇതിങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആറണം, അതായത് നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഇതൊന്ന് നന്നായിട്ട് ആറണം. ആറിക്കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ഇതും കൂടി അരിച്ച് ഇതിനകത്തിലേക്ക് ഒഴിച്ച് ഇതൊന്ന് വറ്റിച്ചെടുക്കണം. നല്ല കുറുകി സിറപ്പ് പോലെ ആവണം കേട്ടോ. അതാണ് നമ്മുടെ ഒരു കൺസിസ്റ്റൻസി. അപ്പം നമുക്ക് ഇതൊന്ന് ആറാൻ വേണ്ടി, നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പം ഇതൊന്ന് നമുക്ക് ആറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് ഞാൻ നമ്മുടെ ഡേറ്റ്സ് അരിച്ച് വേണ്ടേ നമ്മുടെ സിറപ്പ് ഉണ്ടാക്കാനുള്ള പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പയിലോട്ട് വെക്കാം. എന്നിട്ട് ഇതിങ്ങനെ കുറുക്കി എടുക്കാം. ഞാൻ വേറെ ഒന്നും ഇതിനകത്തിൽ ചേർക്കണില്ല. ഒരു തുള്ളി ഒരു ഇച്ചിരി ഒരു നുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്, അല്ലാതെ വേറെ ഒന്നും ഞാൻ അതിനകത്ത് ചേർക്കുന്നില്ല. ആ മധുരം ഒന്ന് ബാലൻസ് ആയിട്ടിരിക്കാൻ വേണ്ടി ഒരു നുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്, വേറെ ഒരു സാധനം ചേർക്കുന്നില്ല. അപ്പോൾ ഇത് നമുക്ക് അടുപ്പയിലോട്ട് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് കുറുക്കി എടുക്കാം. അപ്പോൾ വേണ്ടേ, ഞാനിത് അടുപ്പയിലോട്ട് വെച്ചു കേട്ടോ, ഗ്യാസിലോട്ട് വെച്ചു, ഗ്യാസ് കത്തിച്ചു. ഇത് ഒരു അല്പനേരം, കുറച്ച് നേരം, എനിക്ക് തോന്നുന്നു ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് ഹൈ ഫ്ലെയിമിലിടാം. അതിന് ശേഷം നമുക്ക് ഫ്ലെയിം കുറച്ച് വയ്ക്കാം. വേണ്ടേ, നമ്മൾ അടുപ്പിൽ വെച്ചിരിക്കുന്ന സംഭവം ഇതുപോലെ വന്നിട്ടുണ്ട്, പതയൊക്കെ ഇങ്ങനെ മേളിൽ വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് പതുക്കെ അരിച്ച് മാറ്റാം. പക്ഷേ ഇത് നമുക്ക് വീണ്ടും ഈ വെള്ളം നന്നായിട്ട് പറ്റിച്ചെടുക്കണം. അപ്പോൾ ഈ വെള്ളമാണല്ലോ, നമ്മൾ ഓൾറെഡി വെള്ളത്തിനകത്ത് കുതിർത്ത് വെച്ചു, അതുപോലെ തന്നെ ഇത് വീണ്ടും വെള്ളം ഒഴിച്ചു. അപ്പം അതെല്ലാം ഒന്ന് നന്നായിട്ട് വറ്റി വരണ്ട് നല്ല തേൻ പോലെ ഇരിക്കണം. ഡേറ്റ് സിറപ്പ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ അതുപോലെ ഇരിക്കണം, അതുപോലെ ആകും. പക്ഷേ പേഷ്യൻസ് വേണം, കുറച്ച് സമയം എടുക്കും. അപ്പോൾ അതുപോലെ ഒന്ന് ആവട്ടെ കേട്ടോ. അതായത് നോക്കിയേ, ഇത് നല്ലപോലെ തിളച്ച് ഏകദേശം ഒരു 1/4 ഭാഗത്തോളം ആയിട്ടുണ്ട് കേട്ടോ, നല്ലപോലെ. അപ്പോൾ അതിൻ്റെ മേളിൽ കിടന്ന ആ പാട പോലത്തെ സാധനം ഉണ്ടല്ലോ, അത് ഞാൻ കുറച്ച് ഇതുപോലെ ഈ വൈറ്റ് സാധനം ഉണ്ടല്ലോ, അത് ഞാൻ കുറച്ച് എടുത്ത് കളഞ്ഞു കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല കട്ടിക്ക് കിട്ടും. ഇത്തിരി കൂടെ അത് ഒന്ന് ശക്കലം വെള്ളം കൂടെ വറ്റാനുണ്ട്. അതുകൂടെ വറ്റിയതിന് ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം. ഇത് ഇരിക്കും തോറും കുറുകും, നമ്മൾ തണുക്കും തോറും ഇത് കുറുകും കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം. ഇത് ഒരു 10 മിനിറ്റ് കൂടി ഇരിക്കട്ടെ, എന്നിട്ട് നമുക്ക് ശരിയാക്കാം. രണ്ട് നോക്കിക്കേ, നമ്മുടെ ഡേറ്റ് സിറപ്പ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇരിക്കും തോറും ഇത് കുറുകും, അതാണ് ഇതിൻ്റെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം ഇതിൻ്റെ ഒരു പരുവം ഇത് കണ്ടോ, ഇത് ഇത്തിരി വെള്ളം പോലെ ആയിരിക്കുന്നത്. അത് തണുക്കും തോറും കുറുക്കി വരും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും
മടിക്കരുത്. അപ്പം ഹോം മെയ്ഡ് ആയിട്ടുള്ള ഡേറ്റ് സിറപ്പ് അയൺ ഡെഫിഷ്യൻസി ഉള്ളവർക്കും ഒക്കെ അനീമിക് ആയിട്ടുള്ള ആൾക്കാർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി സാധനമാണ്. നമ്മുടെ എന്താ പറയുക, ഷുഗറിന് പകരം നമുക്ക് ഉപയോഗിക്കാം. പറ്റുന്നത് കാപ്പിക്കകത്തിലോ അതല്ലെങ്കിൽ പാലിനകത്തിലോ ഒക്കെ നമുക്ക് പാലൊക്കെ ചൂടാക്കിയിട്ട് പിള്ളേർക്കൊക്കെ കൊടുക്കാൻ നല്ല ബെസ്റ്റ് സാധനമാണ്. ഒരു മായവും ചേർക്കാത്തതായത് കൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിന് ഒരു പ്രശ്നമില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതിന് വരെ ബൈ.